എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഡ്രേക്കിന് വേണ്ടി അൻവിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ആണോ? ഭയങ്കര. ഡ്രേക്ക് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്താ ഷൈട്ട് പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഞാൻ അന്വേഷിച്ചതും ഞാൻ കണ്ടെത്തിയതും ഡ്രേക്കിന് കൊടുത്ത ഇൻഫർമേഷനും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അൻവിന്റെ മുൻ ബിസിനസ് പാർട്ണറായ നിബു സിറിയാക്കിനെതിരെ UK-യിൽ യാതൊരുവിധ കേസുമില്ല എന്ന് ഞാൻ ഡ്രേക്കിന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അൻവിന്റെ ബിസിനസ് അക്കൗണ്ട്സ് വ്യക്തമാണെന്നും അവൻ പറഞ്ഞ ഓരോ കണക്കുകളും ശരിയാണെന്നും. അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഞാൻ വളരെ വ്യക്തമായി അദ്ദേഹത്തോട് പറഞ്ഞതാണ്. എന്തിനുള്ള പുറപ്പാടാണ്ടോ? അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്. എന്താ ഉറക്കം വരുന്നു? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഡ്രേക്കിന്റെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായി തൊലി ഇരിക്കുകയാണ് ഉത്തമ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ വെൽ പ്ലാൻ സ്ക്രിപ്റ്റിന്റെ ഒരു നറേഷൻ മാത്രമാണ്. ഷാജി കേട്ടാ, ഇവിടെ ഡ്രേക്കിന് തെറ്റിപ്പോയത് എവിടെയെന്ന് വെച്ചാൽ അതിലൊരു ഫോട്ടോ അൻവിന്റെ സ്വന്തം സഹോദരിയാണ്. ഇപ്പൊ എന്താ പറഞ്ഞ? ഒരു ഫോട്ടോ അൻവിന്റെ സ്വന്തം സഹോദരിയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ബിസിനസ്സിൽ തുടങ്ങിയ അന്വേഷണം ഒരു പേഴ്സണൽ അറ്റാക്ക് ആയി മാറിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായത്. എന്റെ ഈശ്വര, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? That this is a cyber quotation. പണിയാണോ കാണിച്ചത്? നീ ചോദിച്ചു മനസ്സിലായില്ലേ? വെറും റീച്ചിന് വേണ്ടി സൈബർ കൊട്ടേഷന്റെ ഭാഗമായി ഞങ്ങൾ ഓരോരുത്തരെയും കരുവാക്കുമായിരുന്നു. അത്രയും വലിയ തെണ്ടിത്തരം ചെയ്യാനുള്ള പ്രാപ്തി എനിക്കില്ല. അന്നിനെതിരെ വളരെ ശക്തമായി ശബ്ദമുയർത്തിയിരുന്ന ഞാൻ ഇന്ന് തല കുനിക്കുന്ന ഒരു സാഹചര്യമായി. തെറ്റെന്റെ ഭാഗത്താ. സോറി ഫോർ എവരിതിങ്. ഇവിടെ കൂട്ടി വായിച്ചപ്പോൾ ഇയാള് റീച്ചിന് വേണ്ടി എന്ത് ചരിത്രവും കാണിക്കുന്നു എനിക്ക് മനസ്സിലായി. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. സ്വന്തം നേട്ടത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും അയാൾക്ക് യാതൊരുവിധ മടിയില്ല. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കണം. വിവേകമില്ലാത്ത കൂടപ്പിറപ്പ് കാട്ടിക്കുട്ടി വികൃതികളായിട്ട് കരുതണം. പാർട്ട് 3 റിലീസിന് ശേഷം എന്റെ പാർട്ട് 2 വിത്ത് ഫുൾ എവിഡൻസ് ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ഇവന്മാർ 2 CID-കളും കൂടെ നമ്മളെ വീണ്ടും കൊലങ്ങൊളിപ്പിക്കാനുള്ള പരിപാടിയാണ്. അടിച്ച് കൊല്ലമായി മോനെ.